വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വേബ്സ്. അപ്പം ഇന്ന് ഞാൻ ഗൗരി ശങ്കർ, സാഹിൽ, പിന്നെ അതുപോലെ ജുബൈർ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ സീനൻസിനെ കുറിച്ചിട്ടായിരുന്നു. ഞങ്ങളുടെ കുറച്ച് പഴയ വീഡിയോസിൽ ആരൊക്കെയോ വിൻലൻഡ് സാഗയെക്കുറിച്ച് ഒരു പ്രോപ്പർ ഡീറ്റെയിൽഡ് വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് പ്രമാണിച്ച് ഇന്ന് നമ്മൾ വിൻലൻഡ് സാഗയുടെ നല്ലൊരു എപ്പിസോഡാകാൻ ശ്രമിക്കാം. പരമാവധി അതിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു. കുറച്ച് പോയിന്റേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കമ്പയർ ടു ഓൾ അവർ അതർ വീഡിയോസ് കുറച്ച് പ്രിപ്പയർഡ് ആണ്. വി ഹാവ് ഹോംവർക്ക്. അതെ, ഞങ്ങൾ മറ്റേ താത്വിക അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പം വിൻലൻഡ് സാഗ ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബിക്കോസ് സീസൺ ബിഗ് 3 ഒരു ആനിമയാണ് വിൻലൻഡ് സാഗ. അപ്പോൾ അതിൻ്റെ മെയിൻ ക്യാരക്ടർ തോർഫിൻ, പിന്നെ അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഫിസിക്കലി അല്ല, നമ്മളെ ആകർഷിക്കുന്ന മറ്റൊരു കഥാപാത്രമാണ് ആസ്കലാഡ്. അങ്ങനെ ആ കഥാപാത്രങ്ങളുടെ ഒരു ക്യാരക്ടറിനെ സൈക്കോളജിക്കലി ട്വിസ്റ്റഡ്, ഡാർക്ക്, ഒരു ബ്ലാക്കും അല്ല വൈറ്റും അല്ല, ഗ്രേ ഏരിയ വളരെ നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്ന കാര്യം പറയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സെയിനൻ കാറ്റഗറിയിലെ 3 എണ്ണം, ഈ ഒരു ടോപ്പ് 3 ആയിട്ടുള്ള 3 എണ്ണത്തിനകത്ത് ഇതിനകത്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സീസൺ കൊടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞ വില്ലൻസ്. ബെർസർക്കിനെ കൊടുത്തെങ്കിലും അത് പഴയ ഒരു അഡാപ്റ്റേഷൻ ആണ്. അതിന് ഒരു പ്രോപ്പർ കണ്ടിന്യൂവേഷൻ ഇല്ലായിരുന്നു. അതൊരു സൈഡ് വെച്ച് നിർത്തിയായിരുന്നു, ആ ഒരു സെറ്റപ്പിൽ നിർത്തി. പക്ഷെ ഇത് സ്റ്റിൽ ഇപ്പം വില്ലൻസ് ആകെ കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ട് അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് സീസൺ ഇറങ്ങി, സെക്കൻഡ് സീസൺ ഇറങ്ങി, കറക്റ്റായിട്ട് പോകുന്നുണ്ട്. പിന്നെ ചില കുട്ടികൾ പറയുന്നുണ്ട് സെക്കൻഡ് സീസൺ അത്ര എന്തിനു പറയുന്ന അത് കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്താണെന്നറിയോ, ഞാൻ മാൻവയാണ് വായിച്ചിട്ടുള്ളത്. ഞാൻ ആനിമെ സെക്കൻഡ് സീസൺ മാങ്കയാണ്. സോറി ഗൈസ്, അല്ല ഞാനിപ്പോ മാൻവ മാത്രമാണ് വായിക്കുന്നത്. സോ അതുകൊണ്ടാണ് മാൻവ എന്ന് പറഞ്ഞത്. മാങ്ക വായിച്ചിട്ടുണ്ട്, പക്ഷെ മാൻവ അല്ല ആനിമ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഒരുപാട് പേര് പറഞ്ഞായിരുന്നു സെക്കൻഡ് സീസൺ അപ് ടു ദെയർ എക്സ്പെക്ടേഷൻ എത്തിയില്ല. പക്ഷെ ദിസ് ഈസ് അതെന്താണെന്നറിയോ, ഹൗ ഇറ്റ് ഈസ്. അവര് ഫസ്റ്റ് സീസണില് വയലൻസും ഫൈറ്റുമാണ്. Like they were looking forward to that for a shonen kind of thing. അതെ, അവരത് പ്രതീക്ഷിച്ചിരുന്നിട്ട് I think everyone's going into seinen because of the gore scenery. ആ വയലൻസ് മാക്സിമം ഇസ് വെരി അട്രാക്റ്റീവ് ടു എ ഹ്യൂജ് സെക്ഷൻ ഓഫ് ദി ഓഡിയൻസ്. അതാണല്ലോ സൈനന്റെ പ്രൈമറി ഫോക്കസ് പോയിന്റ്. പക്ഷേ ഫോർ ലാർജ് പീപ്പിൾ, ഫോർ ജനറൽ പോപ്പുലേഷൻ. പക്ഷെ അത് ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ഈ ഇൻഡെപ്ത് സൈക്കോളജിക്കൽ റീസണിങ്സും കുറെ അഡൾട്ട് തീംസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ ഈ സെക്കൻഡ് സീസണും ഫസ്റ്റ് സീസണും തമ്മിലുള്ള സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ. ആൾക്കാരെ മറ്റേ ഒരു റീസണിങ് ഇല്ലാതെ റീസണിങ് ഇല്ലാതെ കൊന്നു നടന്നുകൊണ്ടിരുന്ന ഒരുത്തൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സ്ലേവ്, ലൈക്ക് ഒന്നുമില്ല. I am a farmer now. എനിക്ക് മറ്റേ ഫസ്റ്റ് കണ്ടപ്പം ഈ ബെറ്റർ ടു ബി എ ഗാർഡനർ ഇൻ വാർ, വാരിയർ ഇൻ ഗാർഡനർ ഇൻ വാർ, ആ സംഭവം. അപ്പൊ ഇവന് ഗാർഡനും ഇല്ല, വാറും ഇല്ല, ഇവനൊരു അപ്പൊ അതും അല്ല. വിൻലൻഡ് സാഗ കാണാത്തവർക്കായിട്ട് ഒരു ചെറിയ ജസ്റ്റ് തരാം. ബിക്കോസ് അതായത് നമ്മുടെ വൈക്കിംഗ് എറയിൽ നടക്കുന്ന ഒരു കഥയാണ് അത് കാണിക്കുന്നത്. യുക്കിമോട്ടോ അല്ല, മാങ്കാക്കയുടെ പേര് ഞാൻ മറന്നു കേട്ടോ. ഞാൻ ഒന്നും നോക്കിയതായിരുന്നു, മറന്നുപോയി. സോ അതായത് ഏതായാലും പക്ഷെ കിടിലം മാങ്കയാണ്. അതെ, ഇവിടെ ഇരുന്നതായിരിക്കും. മക്കോട്ടോ യുക്കിമുറ, അതാണ് പുള്ളിയുടെ പേര്. ഞാൻ ഓർത്തു, കൺഫേം ആയിരിക്കാം. അപ്പം വൈക്കിംഗ് എറയിൽ നടക്കുന്ന കഥയാണ്. അതില് വളരെയധികം വയലൻസ് നിറഞ്ഞ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതികാരം എന്നൊരു ചിന്ത കൊണ്ട് മാത്രം നടരുന്ന കഥാപാത്രത്തിൽ നിന്നും ഞാൻ എങ്ങനെ നല്ലൊരു മനുഷ്യനാവാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഒരു നല്ല വ്യക്തിയായിട്ട് മാറാം. അതെ, ആ ഒരു ചേഞ്ചാണ് നമ്മുടെ MCയിൽ കാണുന്നത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ there are a lot of ways he could have taken. ഈ ഫസ്റ്റ് സീസണിന്റെ ഫിനാലിയിൽ ഈ ആസ്കലാഡിന്റെ
ഡെത്തിൽ ഇവന്റെ ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ഉണ്ട്. മറ്റേ ഇവനെ കൊല്ലാൻ വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട് ആളിനെ പുറകെ നടന്നിട്ട് പെട്ടെന്ന് ജീവിതത്തിൽ വേറെ അർത്ഥമൊന്നുമില്ല. എന്നിട്ട് പിന്നെ മറ്റേ ഇവൻ അതിലോട്ടങ്ങ് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യുവാണ്, എനിക്കിനി പ്രത്യേകം ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, ആരെങ്കിലും കീഴിൽ ജീവിക്കാൻ. അങ്ങനെയാണല്ലോ കാര്യം. എന്താണെന്ന് വെച്ചാൽ അവൻ ഏറ്റവും നോക്കിക്കണ്ടിരുന്ന അച്ഛനെ കൊന്ന വ്യക്തിയെ കൊല്ലാനായിട്ട് പോയി, അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഒരു വ്യക്തി, ആ കഥാപാത്രം നോയിങ്ലി ഓർ അൺനോയിങ്ലി ആസ്കലാഡ് അവന്റെ ഒരു അച്ഛൻ സ്ഥാനത്തുള്ള വ്യക്തിയായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് തന്നെ മറ്റേ എന്താ പറയാ, അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഫിലോസഫിക്കൽ റീസണിങ്ങിൽ എനിക്ക് ഭയങ്കര ബോധർ ചെയ്ത കാര്യമാണ്. കാരണം അവൻ മറ്റേ കൊല്ലാൻ നടക്കുന്ന ആളാണ് വളരെ നല്ല രീതിയിൽ എന്റെ അച്ഛൻ സ്ഥാനത്ത്. ഡിഫറെന്റ് ഫ്രം ബെർസർക്ക്. തീർച്ചയായിട്ടും ഇല്ലേ, ടോട്ടലി നോട്ട് ഡിഫറെന്റ്, രണ്ട് എക്സ്ട്രീം എൻഡില്. അതെ, നമുക്ക് പറയാം. അപ്പം അസ്കലാഡ് എന്ന ആ വ്യക്തിയെ ലൈക്ക് ആസ് മച്ച് ആസ് ഹി ഹേറ്റഡ് ഹിം ഹി ഓൾസോ ലുക്ക്ഡ് അപ് ടു ഹിം എന്ന് എനിക്ക് തോന്നിയതാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയൊന്നും വരില്ല. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി, അതായത് ഇല്ല, അവൻ തന്നെ തന്നെ ഡെവലപ്പ് ചെയ്ത അവനെന്ന് പഠിക്കാൻ ആസ്കലാഡെന്ന് പഠിക്കാനൊന്നും അവന് പറ്റിയിട്ടില്ല. ആസ്കലാഡിനെ കൊണ്ടുപോയിട്ട് അടിക്കടാ. പിന്നെ മറ്റേ ഈ ബാറ്റിൽ എന്താ പറയാ ബ്രെഡാണ് തോർഫിൻ, ബാറ്റിൽ ബ്രെഡാണ്. അവൻ മറ്റേ ടോട്ടല്ല, അവൻ മറ്റേ ചെന്ന് സർവൈവലിന് വേണ്ടി ഫൈറ്റ് പഠിച്ചതല്ല, ഫൈറ്റ് പഠിക്കാൻ വേണ്ടി ഫൈറ്റ് പഠിച്ചതല്ല. അച്ഛനാണെങ്കിലോ അവന്റെ അപ്പുറമായിരുന്നല്ലോ, മത്തം കുത്തി കുമ്പളം മുളക്കില്ലല്ലോ. അല്ല, തോർക്കലിന് പേടിയുള്ള ഏക വ്യക്തി അതായിരുന്നു തോർസൻ. എനിക്ക് തോപ്പിക്കാൻ പറ്റാത്ത ഒരു തന്തയായിരുന്നു. തോറിന്റെ മരണവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓണററി ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു മരണം. ബാക്കിയുള്ളവരെ എല്ലാരും നമ്മൾ അത്രയും സ്ലൈ ആയിട്ട് കണ്ട അസ്കലാഡ് അത്രയും റെസ്പെക്ട് കൊടുത്ത് വാക്ക് പാലിച്ചു. നമുക്ക് ആദ്യം ഒരു ഇത് തരും, ഹിന്ദി തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവര് വന്നിട്ട് നീ വരണം, ഈ ഫൈറ്റ് നീ വാറിൽ നീ വേണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോഴാണ് അവൻ പറയുന്നത് ഇല്ല ഞാൻ ഇവിടെ ജീവിക്കുകയാണ്, എനിക്കിനി ഇപ്പൊ വില്ലൻസ് ആകെയൊന്നും വേണ്ട. ഒരു ചെറ്റാണ് എനിക്ക് സത്യം അവന്റെ മറ്റേ സ്ക്വയർ മോൻ കാണുമ്പോഴത്തേക്ക് അടിച്ചു കൊടുക്കാൻ തോന്നുന്നു. ഇതൊന്നും വേണ്ട എന്നും പറഞ്ഞ് മാറിയിരിക്കുന്ന ആളല്ലായിരുന്നു ആദ്യം. അല്ല, അത് ഒരു വാർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ലൈനിൽ ഫൈറ്റ് ചെയ്യുന്ന വാർ ഹീറോ മരിക്കാതെ എങ്ങനെ വാർ എന്ന് മാറിയിരിക്കും? അതൊരു സീരിയസ് കാരണമല്ലേ? എന്ന് വെച്ചാൽ വാറൊക്കെ മറ്റേ അതിന്റെ കോർണർ സ്റ്റോൺ. വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാറിന്റെ കുറെ മെത്തേഡ്സ് ഉണ്ടല്ലോ, വാർ സ്ട്രാറ്റജീസ് കുറെ ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുള്ളതിനകത്ത് ഈ പറഞ്ഞ വില്ലൻസ് ആകത്ത് ഒരുപാട് ആ ഒരു സ്ട്രാറ്റജീസ് പിന്നെ കാണിക്കുന്നുണ്ട്. ചതി, ഒരു കുടുംബത്തിനകത്തെ തന്നെ പവർ സ്ട്രഗിൾ, അതെല്ലാം നല്ല വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് സീസണിൽ പ്രത്യേകിച്ച് കനൂട്ടിന്റെ ക്യാരക്ടറിന്റെ അത് വളരെ സിമ്പിൾ ആയിട്ട് പറയട്ടെ. ഫസ്റ്റ് സീസണിൽ തോർഫിന്റെ കണ്ണും കനൂട്ടിന്റെ കണ്ണും സെക്കൻഡ് സീസണിൽ വരുമ്പോഴത്തേക്കും ഇന്റർചേഞ്ച് ആവുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ ഇഫ് എനിവൺ ഈസ് ഫെമിലിയർ വിത്ത് ദി ടേം സോൾജിയേഴ്സ് ഐസ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ട്രോമകളും മെൻ്റൽ ട്രോമകളും എന്ത് പ്രശ്നങ്ങളാണേലും നമ്മുടെ ശാരീരിക ഇതിനെ അത് ബാധിക്കുന്നുണ്ട്, നമ്മുടെ കണ്ണുകളെയും അത് ബാധിക്കുന്നുണ്ട്. അത് ഈ ക്യാരക്ടേഴ്സിലുണ്ടാകുന്ന ട്രോമ ചേഞ്ചുകൾ വളരെയധികം വ്യക്തമായിട്ടാണ്. കാര്യം ഫസ്റ്റ് സീസണിൽ അത് ADHD വലത്തേക്കായി സോ പറഞ്ഞത് കാര്യം വിൻലൻസ് ആക്കിന്ന് നമ്മൾ ഒരുപാട് തെന്നുന്നു. വീട്ടിൽ പോയി യുദ്ധം ചെയ്യണ സീനൊക്കെ ഒടുക്കത്തെ തിരിച്ചു വരും. ശരി, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൻ്റെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു പോയിന്റ് പോയ തോർഫിനെയും വളരെ എന്താ പറയുക പഴമായിരുന്ന കനൂട്ടിൻ്റെ ഒരു ചേഞ്ചും സ്വന്തം അച്ഛൻ മുമ്പിൽ മരിച്ചു വീഴുന്നത് കാണുന്നതും അത് അയാൾ ചാവേണ്ടതായിരുന്നു. അവിടെയാണ് നമ്മൾ അസ്കലാഡിലെ ചേഞ്ച് നമ്മളെല്ലാവരും ലൈക്ക് കാണുന്നത്. അത് ശ്രദ്ധിച്ചായിരുന്നോ? ആസ്കലാഡ് യൂസ് ചെയ്ത സെയിം ടെക്നിക്കാണ് കിങ് മറ്റേ ഇവൻ്റെ അടുത്ത് യൂസ് ചെയ്തത്. ആസ്കലാഡ് ഫൈറ്റിൽ പോകുമ്പോഴത്തേക്കും ഈ തോർഫിനെ ഡ്യൂവൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ
മറ്റേ തോർഫിൻ ഓവർ പവർ ചെയ്യുന്നു എന്ന് തോന്നി കഴിയുമ്പോഴത്തേക്കും നിന്റെ തന്ത ഇങ്ങനെയൊക്കെ ആയിരുന്നു, അവന് മരിച്ചു പോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ട്രിഗർ ആവും. അപ്പം മറ്റേ അവന്റെ എന്താ പറയാ ബാറ്റിൽ ചെയ്യാനുള്ള വില്ലിനെക്കാളും ഭയങ്കര ഇമോഷണൽ അവൻ പതറും. അതാണ് അവൻ അഡ്വാൻറ്റേജ് എടുക്കുന്നത്. സെയിം സാധനമാണ് ആ കിങ് ആസ്കറാണ് ചെയ്തത്. നീ എന്റെ ചെറുകൻ ഒരു കാര്യം ചെയ്യാം, വെയിൽസിന് നമുക്ക് തട്ടിയിട്ട് വരാം. അങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഷിഫ്റ്റ് ആവുമല്ലോ. രാജാവ് അത് പ്രതീക്ഷിക്കുന്നില്ല. അല്ല നീ ഒന്ന് ആലോചിച്ച് രാജാവ് കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിൽ വില്ല് തകർക്കുകയാണ് ചെയ്യുന്നത്. മാനിപ്പുലേഷൻ ആണ്, മൈൻഡ് ഗെയിം ആണ് കളിക്കുന്നത്. മറ്റേടെന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും വാർ നിർത്തി നമുക്ക് നമ്മളെ പരിപാടി നമുക്ക് നമ്മളെ ലാസ്റ്റ് കിങ് ആയിട്ടുള്ള കോൺവെർസേഷൻ ഫൈനൽ എപ്പിസോഡ് ഡൗട്ട് അടിക്കും കിങ്ങിന്. വെയിൽസിന്റെ കാര്യം പറയുമ്പോ ഇവൻ എന്തോ സംഭവം ഇവിടെ ഉണ്ടെന്ന് തോന്നുമല്ലോ, അത് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടലി ബാറ്റിൽ വില്ല് നശിപ്പിക്കുകയാണ്. കാരണം അപ്പർ ഹാൻഡ് വേണമല്ലോ. തോർഫിന്റെ റിവെഞ്ചില് തോർഫിന് അസ്കലാഡുള്ള ഫൈറ്റ് തോറിന്റെ അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇല്ല, അവന് ബാറ്റിൽ എന്താ പറയാ ഹാർഡ് ആൻഡ് വാരിയർ. തോർഫിന് യുദ്ധമുറകളൊന്നും ഇല്ലായിരുന്നു, ജീവിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അസ്കലാഡിന് 2 ഓപ്ഷൻ ആയിരുന്നു, കനൂട്ടിനെ രക്ഷിക്കണം, സ്വന്തം രാജ്യം രക്ഷിക്കണം. അതായത് അത്രയും മോറലി ഗ്രേ ആയ ഒരു വ്യക്തി തന്റെ ലക്ഷ്യത്തിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അസ്കലാഡ് എന്ന് പറയുമ്പോൾ ബ്ലാക്കും അല്ല വൈറ്റും അല്ല, ഹി വാസ് നോർ ഈവിൽ നോർ ഗുഡ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ആസ്കലാഡ് ഈ കിങ്ങിന്റെ കൂടെ ചേർന്നിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ലൂസിംഗ് ബാറ്റിൽ. പിന്നെ സൈനൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വായിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഷോനൻ ആനിമേസ് കണക്ക് ഇതിനകത്ത് ബ്ലാക്ക് ക്യാരക്ടേഴ്സ് ഓർ വൈറ്റ് ക്യാരക്ടേഴ്സ് ഇല്ല. Always there will be always in the morally gray area. Human spectrum അതിലെ മറ്റേ പവർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് മറ്റേ ഹ്യൂമൻ സ്പെക്ട്രത്തിനകത്ത് ഇപ്പം നമ്മൾ ആൾക്കാരെ എടുത്ത് കമ്പയർ ചെയ്യാൻ പറ്റുക, ഒരാളും ടോട്ടലി ബ്ലാക്ക് മൈൻഡഡും ഇല്ല വൈറ്റ് മൈൻഡഡും ആയിട്ടുള്ള ആൾക്കാരും ഇല്ല, എല്ലാം ഗ്രേ ഷെയ്ഡാണ്. സോ അതുപോലെ തന്നെ ആയിരിക്കും സെയിനകത്തുള്ള ക്യാരക്ടേഴ്സ്. സെയിനെല്ലാം ഭയങ്കര പച്ചയ്ക്കാണ്. നിങ്ങൾ മറ്റേ നല്ലത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടും, പെർസെവർ ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാനും പറ്റില്ല, മറ്റേ ആൾക്കാർ തട്ടിക്കളയും, വെറുതെ സിമ്പിൾ ആയിട്ടൊക്കെ തട്ടിക്കളയും. അതൊക്കെ മറ്റേ ഇതിൽ നടക്കത്തില്ല. പിന്നെ സ്വന്തം ജീവിതത്തിൽ പെർസിവിയർ ചെയ്യുക, മറ്റേ പരിശ്രമിക്കുക. ഏലോ അല്ല, ഇനി ഇത് കേട്ടിട്ട് വല്ലതും കാണിച്ചാൽ നമ്മുടെ വിലയിലേക്ക്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയ, സിനിഗാമി സ്റ്റുഡിയോസിന്റെ വീഡിയോ ഉണ്ട്, നാളെ മനോരമ വന്നിട്ട് പറയും 3 യുവാക്കളെ കാരണം നാട്ടിലെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും പറ്റിയ സാധനങ്ങളല്ല. അവൻ പറയുന്നു ഡിപ്രസ്ഡ് ആയിട്ടുള്ളവരാരും സീനൻ മാങ്കകൾ വായിക്കാതിരിക്കുക, ആനിമെ കാണാതിരിക്കുക. അതെ, ഉസുമാക്കിയൊക്കെ വായിച്ചാണ്ടല്ലോ എന്റെ പൊന്നു മോനെ. ജുൻജിത്തോടത് വേണമെങ്കിൽ നിങ്ങൾ വായിച്ചു. ജുൻജിത്തോടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ട്വിസ്റ്റഡ് മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച് കഴിഞ്ഞിട്ട് നേരെ കുതിരവട്ടത്തോട്ട് പോകണം. അത് പോവാത്ത ഒരു വ്യക്തിയുള്ളൂ, അവരിപ്പോ ദുബായിലാ. എക്സൈറ്റഡ് ആവുന്ന മാത്രമേ ഉള്ളൂ. ഉസുമാക്കിയും തൊമയും പിന്നെ വേറൊരെണ്ണമാണ്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി, സോറി. ഈ 3 എണ്ണമാണ് ഞാൻ ജുൻജിത്തോടെ വായിച്ചിട്ടുള്ളത്. ഇതെല്ലാം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മളെ മൈൻഡിൽ ഇയാള് മറ്റേ ഉസുമാക്കി വരയ്ക്കുന്ന ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ വട്ടം വരച്ച്. ഈ സാധനം ആ സാധനം ഇങ്ങനെ കറങ്ങും, മനസ്സിലായ? അതാണ് ഈ പറഞ്ഞ ജുൻജിത്ത ചെയ്യുന്നത്. അയാൾ പുള്ളിക്കാരന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഒരു അഡ്വൈസ് സത്യം പറഞ്ഞാൽ അത്യാവശ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ബിസിനസ് ആയിട്ട് നമ്മൾ പുള്ളി അംഗീകരിക്കേണ്ടത്. പുള്ളിയുടെ മെന്റൽ ഇൽനെസ് വെച്ച് പുള്ളി കാശുണ്ടാക്കി, അതാ ഒരു എന്താ പറയാ പ്രോബ്ലം ഉണ്ടാക്കി സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യും. അല്ല സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒന്നിക്ക് മങ്കാക്കി ആയില്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഒന്നിക്ക് ഒരു അസാസിനായിട്ട് ഒന്നിക്ക് ഒരു സൈക്കോപാത്ത് അല്ലെങ്കിൽ സീരിയൽ കില്ലറാണ് ഉറപ്പാ. വരച്ചാ തീർക്കണം. സത്യം പറഞ്ഞ പ്രാന്ത് സാധനമാണ്. ജുൻജിത്തോ എന്ന് പറഞ്ഞ ഏരിയയിലോട്ട് പോലും നിങ്ങൾക്ക് ഒരു ചെറിയ ലൈറ്റ് ഹാർട്ടഡ് ആണെങ്കിൽ പോവാൻ ജുൻജിത്തോ. ലൈറ്റ് ഹാർട്ടഡ് ആണെങ്കിൽ സൈനിലോട്ട് വരരുത്, കുറച്ചും കൂടെ കടുപ്പമാണെങ്കിലും ജുൻജിത്തോടെ അങ്ങോട്ട് പോകരുത്. പോയി കഴിഞ്ഞ് തിരിച്ചറിയാൻ കുറെ സാധനങ്ങളുണ്ട്. മെറ്റമോർഫോസിസ് സെർച്ച് വരെ ചെയ്യരുത്, പിന്നെ മറ്റേ ജീവിതം തന്നെ വെറുത്തു. അല്ല സീനെല്ലാം അങ്ങനെയാണല്ലോ, ഗുഡ് നൈറ്റ് പുൻപുൻ, അത് കണക്ക് ഹൊമുങ്കുലസ് ഒക്കെ എന്റെ പൊന്നേ മതി. 20th century
അത് ഈ പറഞ്ഞ ഏതെങ്കിലും സെയിനൻ ആനിമേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിനും ഒരു ഒന്നുകൂടി ബില്ലി ബാറ്റ്. ബില്ലി അങ്ങനെ അല്ല അത് കേട്ടോ. പ്ലൂട്ടോ, ബില്ലി ബാറ്റ്, മോൺസ്റ്റർ, 20th സെഞ്ച്വറി ബോയ്സ് എല്ലാം ഒന്നിനൊന്ന്. ബില്ലി ബാറ്റ് ഒരു രക്ഷയില്ല സാധനം. എനിക്ക് എനക്കാലും ഇഷ്ടപ്പെട്ട 20th സെഞ്ച്വറി ബോയ്സ് ആണ്. എനിക്ക് ബില്ലി ബാറ്റ് കുറച്ചുകൂടെ പിടിച്ചത്. പ്ലൂട്ടോ 10 എപ്പിസോഡ് ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇത് കിടപ്പുണ്ട്, 12 എപ്പിസോഡാണ് ഇതിനകത്ത് കിടപ്പുണ്ട്, നെറ്റ്ഫ്ലിക്സിൽ കിടപ്പുണ്ട്, കണ്ടുപോകുക. കിടിലാണ്. അടുത്തത് നമുക്ക് ഹിസ്റ്റോറിക്കൽ ആക്യുറസി എന്നുള്ളതിൽ തോർഫിൻ എന്ന ക്യാരക്ടർ ഇസ് ലൂസ്ലി ബേസ്ഡ് ഓൺ, അത് പലർക്കും അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തോർഫിൻ എന്ന ക്യാരക്ടർ ഇസ് ലൂസ്ലി ബേസ്ഡ് ഓൺ ഒരു ഐസ്ലാൻഡിക് എക്സ്പ്ലോറർ. അയാളുടെ പേരാണ് ഈ കാൾചെഫ്നി. അതാണ് ലാസ്റ്റ് ഫസ്റ്റ് സീസണിന്റെ ലാസ്റ്റ് കാൾചെഫ്നി എന്ന് വിളിക്കുമ്പോഴത്തേക്കും കാൾചെഫ്നി ഫസ്റ്റ് സീസൺ ലാസ്റ്റ് ആണ്. മറ്റേ ഈ എന്താ പറയാ ആംബുഷ് ചെയ്യുമല്ലോ, ആംബുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൻ മറ്റേ ഡോക്കിൽ കൂടെ ഓടുമ്പോഴാണ് ഇവനെ വിളിക്കുന്നത്. അപ്പോഴാണ് ഈ തോർഫിൻ കാൾചെഫ്നി ആരെന്ന് അവൻ ചോദിക്കുന്നത്. ആ കാൾചെഫ്നി എന്ന് പറഞ്ഞ ലാസ്റ്റ് നെയിം ഒരു ഐസ്ലാൻഡിക് എക്സ്പ്ലോററിന്റെ പേരാണ്. ഈ വിൻലൻഡ് ആക്ച്വലി നോർത്ത് അമേരിക്കയിലെ ഒരു സ്പേസാണ്, നോർത്ത് അമേരിക്കയിലെ റീജിയനാണ്. അത് കോൺകർ ചെയ്യാൻ വേണ്ടി പോയ എക്സ്പ്ലോറർ ടീമിലെ ഒരാളാണ്, ലീഡ് ചെയ്ത ആളാണെന്ന് എൻ്റെ ബലമായ വിശ്വാസം. അയാളാണ് ഈ തോർഫിൻ. അതെനിക്ക് ലീഡ് ചെയ്ത ആളാണോ ഈ പറഞ്ഞ ഇതാണോന്ന് അറിയത്തില്ല. ഈ നോർത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ ഈ ഒരു ഹിസ്റ്ററിയെ പറ്റി. അതുപോലെ തോർക്കലിന്റെ ബ്രിഡ്ജിലെ ഫൈറ്റ് സീൻ, അത് ലണ്ടൻ ബ്രിഡ്ജ് ഒരു ഈ നോർഡിക് വേഴ്സസ് ഇംഗ്ലീഷ് ആ വാർ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം വായിച്ചിട്ടുണ്ട്. എനിക്ക് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് അറിയില്ല. എത്രയോ ഇംഗ്ലീഷ് സോൾജേഴ്സിനെ കൊന്ന ഒരു വൈക്കിംഗ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വൈക്കിങ്സ് സീരീസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് വില്ലൻസ് ആകെ ഒന്ന് ട്രൈ ചെയ്യുക അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ആ ഒരു എറ ഓഫ് പീപ്പിൾ, അതെ, അവരുടെ പിന്നീടുള്ള ചരിത്രം എന്തോന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വേഗ ഐഡിയ. ഞാൻ സ്കിപ്പ് ചെയ്ത കണ്ടൊരു അനിമയാണ്, റീസെന്റ് സ്കിപ്പ് ചെയ്ത കണ്ടൊരു അനിമയാണ്. ലാഗ് ഇല്ല. ഫസ്റ്റ് സെക്കൻഡ് സീസൺ കുറച്ച് ലാഗാണ് കമ്പയർഡ് ടു ഫസ്റ്റ് സീസൺ. മറ്റേ ഇരുന്ന് താളമൊക്കെ അടിക്കാൻ ഞാൻ അടിച്ചു കളയും. ഞാൻ മറ്റേ ഇത് ചെയ്തത് ഇതായിരുന്നു 7 Deadly Sins. അത് എസ്കനോറിന് വേണ്ടി മാത്രമാണ് ഞാൻ സാധനം കണ്ടത്. അത് മെലിയോദാസ് നല്ല ക്യാരക്ടറാണ്. അത് എന്തോ അതിന്റെ സ്റ്റോറി ടെല്ലിംഗ് അലമ്പായി പോയി, ആനിമേഷൻ അതേക്കാട്ടിലും കൂതറായി പോയി. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് എസ്കനോറിന്റെ ഫൈറ്റ് സീൻസ് എവിടെയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ആ സീനിലാണ് ഞാൻ നല്ലതാണ്. മെലിയോസിന്റെ ഹിസ്റ്ററി നല്ലതാണ്. അവരുടെ ഒരു അതൊക്കെ നല്ലതാണ്. ബോണ്ട് അത് കിടിലമാണ്. മെർലിൻ എനിക്ക് വേണ്ടി കാണാനുള്ള ക്ഷമയില്ലായിരുന്നു. ഞാൻ പിന്നെ സീസൺ 2 ഇറങ്ങിയ അത് സീസൺ 2 ഉണ്ട്. അത് തീർന്നിട്ട് അതിന്റെ ഒരു എന്തിനു പറയുന്ന ഒരു 7 Deadly Sinsന്റെ സെക്കൻഡ് ഇതിടങ്ങി. അതായത് ഇവരുടെയൊക്കെ മക്കളെ അതായത് ഇവരൊക്കെ ലെജൻഡുകളായിട്ടാ പറയുന്നത്. ഇവരെയൊക്കെ ആ ഒരു സാധനം ഇറങ്ങിയായിരുന്നു. നമുക്ക് ഇത് വില്ലൻസ് ഹിസ്റ്ററിയിൽ നമുക്ക് അറിയാവുന്ന ഹിസ്റ്ററി പാർട്സ് ഒക്കെ ഇതാണ്. പിന്നെ വൈക്കിംഗ് എന്ന ക്ലാസ് ഓഫ് പീപ്പിൾ, പിന്നെ അതുപോലെ തന്നെ ഫൈറ്റ് കൊറിയോഗ്രഫി ടോപ്പ് ടിയർ ആക്ച്വലി. അത് ഫസ്റ്റ് സീസണിൽ മറ്റേ തോർഫിൻ വേഴ്സസ് തോർക്കല് സാധനമൊക്കെ എന്റെ മോനെ അടിപൊളിയാ. നിങ്ങള് പറയും ചിലപ്പം ഇപ്പം കിങ് വിസസ് സോറോ വിസസ് കിങ് അല്ലെങ്കിൽ ഡീമൺ സ്ലെയറിലുള്ള ഫൈറ്റുകൾ ഇതൊക്കെയാണ് ഏറ്റവും നല്ല ഫൈറ്റുകളെന്ന്. അല്ല, ദോസ് ആർ ഓൺലി ഫ്ലാഷി ഫൈറ്റ്സ്. നിങ്ങളെ കണ്ണില് ലൈറ്റ് അടിച്ച് നിങ്ങളെ കണ്ണ് മഞ്ഞളിപ്പിച്ച് നിങ്ങളെ കൊണ്ട് അത് കിട്ടുമെന്ന് പറ്റിക്കുവാണ് നിങ്ങളെ. നിങ്ങള് സമുറായ് ചാംപ്ലൂ എന്ന് പറഞ്ഞൊരു അനിമയുണ്ട്, കേട്ടിട്ടുണ്ടോ? നിങ്ങള് ഈ പറഞ്ഞ രീതിയിൽ പഴയ അനിമേസ് അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടുനോക്ക്. അതിനകത്ത് കറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ എന്തിനാ നരൂട്ടോക്കകത്തുള്ള പല ഫൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അവരെന്താണ് ചെയ്യുന്നത്, ആ ഫൈറ്റിൽ എങ്ങനെയാണ്. ഇപ്പോൾ ഒരു സോഡ് ഫൈറ്റ് ആണെങ്കിൽ ആ സോഡ് ഫൈറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ വാളെടുത്ത് തൂങ്ങുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് അടിക്കുക, പിന്നെ അതിന്റെ ബാക്കിൽ എന്തോ നടക്കുന്നത് നമുക്ക് അറിയാം. അതല്ല ആനിമല് മറ്റേ ഏറ്റവും ടോപ്പ് ടിയർ ഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ സമുറായ് ചാമ്പ്ലൂ എന്ന് പറഞ്ഞ ഒറ്റ ആനിമ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക. അതിനകത്തൊക്കെ ഫൈറ്റുകൾ നിങ്ങൾ കാണണം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാല് മൂവ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ആള് കാലെടുത്ത് ചവിട്ടുന്നുണ്ടെങ്കിൽ ആ ചവിട്ട് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ എല്ലാ ഫൈറ്റിംഗ് സീക്വൻസുകളും നമുക്ക് കാണാൻ പറ്റും. അതും ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു ആനിമയ്ക്കകത്തും അതില്ല. അത് ഞാൻ തിരിച്ച് കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വില്ലൻ സഹായിക്കാത്തുള്ള ഫൈറ്റുകളിൽ ഈ പറഞ്ഞ കണ്ണിൽ ലൈറ്റ് അടിച്ചുള്ള പരിപാടിയില്ല. കൊറിയൻ ഇത് കൊറിയോഗ്രാഫി ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തോർക്കൽ വേഴ്സസ് തോർഫിൻ ഫൈറ്റിനകത്ത് തോർഫിന്റെ വലിപ്പ വ്യത്യാസം തോർഫിന് അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന സീൻസ് ഉണ്ട്. തോർക്കൽ എന്ന 7 അടി 7 ഇഞ്ച് പൊക്കമുള്ള ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുന്നതും തോർക്കലിന്റെ വിരലുകൾ മുറിക്കുന്നതും തോർഫിന് ഉണ്ടാകുന്ന പരിക്കുകളും ഒക്കെ വളരെ ഏറ്റവും മനസ്സിലായോ. തോർക്കല്ലേ വിരല് മുറിച്ചിട്ടാൻ പറ്റി അയ്യോ കൈ മുറിഞ്ഞു അവന്റെ ഏറ്റവും ഇഷ്ടമുള്ള അടി ഉണ്ടാക്കാൻ വരും. അവര് നോക്കാറായി വേറൊരു പീക്കബു. ബോക്സിനെ പറ്റി അറിയാം പീക്കബു. തോർക്കലിന് റേഞ്ച് അഡ്വാൻറ്റേജ് ആണല്ലോ. അവര് തടിയൊക്കെ അല്ലേ എടുത്ത് എറിയുന്നത്. ഇവരെങ്ങനെ ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്യണം, ഡാഗറല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനാണോ ഹൈറ്റ് അഡ്വാൻറ്റേജ്, ഷോർട്ട് ആയിട്ടുള്ളതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്ന മൂവ്സും തോർഫിന്റെ മൂവ്സ് ഭയങ്കര ഫ്ലൂയിഡ് ആണ്. സെക്കൻഡ് സീസണിനകത്ത് സ്നേക്കിന്റെ കൂടെയുള്ള ഫൈറ്റ് സീൻ ഉണ്ട്. നീ മാങ്ക കഴിച്ചല്ലേ? സ്നേക്ക് എന്ന് പറഞ്ഞൊരു കഥാപാത്രം വരുന്നുണ്ട്. സ്നേക്കുമായിട്ടുള്ളൊരു ഫൈറ്റ് സീനുണ്ട്. അതായത് എനിക്ക് മറ്റേ സ്ലേവ് എന്നുള്ളതിൽ മാറി അവൻ്റെ സുഹൃത്ത് ഐനറിൻ്റെ കൂടെ ഒക്കെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പായി തോർഫിൻ എന്ന സ്ലേവിൽ നിന്നും തോർഫിൻ എന്ന മനുഷ്യനായതിനു ശേഷം അപ്പം അവൻ്റെ കൂടെയുള്ള ഫൈറ്റിനകത്തും ഇവർ തമ്മിലുള്ള കുറച്ച് തോട്ട് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്. ഇത്രയും നല്ലൊരു വാറിയർ എങ്ങനെ ഇവിടെ സ്ലേവ് ആയിട്ട് വന്നു, അല്ലെങ്കിൽ ഇതേ സമയം തോർഫിന് അപ്പുറത്ത് നിന്നും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു റീറ്റെയിനർ ആവുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ആ ഫൈറ്റ് കൊറിയോഗ്രാഫി എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള ആനിമേഷനിൽ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റ് കൊറിയോഗ്രാഫി, വൺ ഓഫ് ദി ബെസ്റ്റ് ഫൈറ്റ് കൊറിയോഗ്രാഫി ഉള്ളത് വിൻലാൻഡ് സാഗയിലാണ്. ഫ്ലാഷ് ഫൈറ്റ്സിന് നിങ്ങൾ ഭയങ്കര വിഷ്വലി ഭയങ്കര അപ്പീലിംഗ് ആണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ കിടിലം ഫൈറ്റ് കൊറിയോഗ്രാഫി എടുത്ത ആൾക്കാരെ പറ്റിച്ച നിഞ്ച കാമുയായിരുന്നു. നിഞ്ച കാമുയുടെ ഫസ്റ്റ് എപ്പിസോഡ് കിടിലം, സെക്കൻഡ് എപ്പിസോഡ് കിടിലം, തേർഡ് എപ്പിസോഡിന്റെ പകുതി തൊട്ട് അവന്മാര് പിന്നെ മറ്റേ ഇതായിട്ട് സൈബോർഗ് ശരി ഇത്രയൊക്കെ ടെക്നോളജി കണ്ടുപിടിച്ച ഒരു ബാറ്ററി പാക്ക് കണ്ടുപിടിച്ചൂടെ നിനക്കൊക്കെ? അതാ ചാകൂത്തിരണോ ഒന്ന് കൊണ്ടുപോയിട്ട് അത് എപ്പോഴും അടിയുണ്ടാക്കാൻ ഇടയിൽ കമ്പ് പൊങ്ങിയത് വേറെ പണ്ടടങ്ങാൻ വേണ്ടി ഇത് അധികം ഇരിക്കും. കഥയിൽ ചോദ്യമല്ലോ എടാ എങ്ങനെയൊക്കെ ചാർജ് ചെയ്യാം, എടാ എന്തൊക്കെ ടെക്നോളജി ഉണ്ട്, ഇത് തന്നെ വേണോ നീ ആലോചിച്ച് നോക്ക്. എടാ നീ മറ്റേ വയർലെസ് ചാർജിങ് ഉണ്ടല്ലോ, വേറെ എങ്ങനെയൊക്കെ ചാർജ് ചെയ്യും, ഒരു കേബിൾ എടുത്ത് പ്ലഗ് ചെയ്തിട്. എന്തായാലും വയർലെസ് ആയിട്ട് ഫൈറ്റ് ചെയ്യണ്ട. ശരി അത് തന്നെ. പക്ഷെ ഫസ്റ്റ് എപ്പിസോഡിലെ ഫൈറ്റ് വിഷയം മറ്റേ അവനാ മറ്റേ HQ ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും വരുന്ന ആ ഫൈറ്റ് നമുക്ക് മറ്റേ ഇതിന്റെ അകത്തുള്ള ഒരു എഫക്ട് വരും. ഏതാ മറ്റേ സിനിമ ജോൺ വിക്കിന്റെ ഒരു ഗൺ ഫൈറ്റ് അല്ലേ ഇത്, മറ്റേ പ്യോർ ബ്രെഡ് മറ്റേ സ്പോർട്സ് മറ്റേ എന്താ പറയാ കരാട്ടെ ജൂഡോ അങ്ങനല്ല, മറ്റേ ഇത് റിവെഞ്ച് തീർക്കാൻ പോകുന്ന സാധനം. എന്നിട്ട് മറ്റേ പോടാ. അപ്പൊ പിന്നെ വെളിയിൽ പോകുന്നു. പിന്നെയാണ് മറ്റേ ബോഡി സൂട്ടൊക്കെ ആയിട്ട് പിങ്ക് കളറിലും പച്ച കളറിലൊക്കെ പറഞ്ഞത്. ഒരു മര്യാദ ഇല്ലേടി നിനക്ക്? നിഞ്ച കാമുയി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ലെറ്റ് us know ഇപ്പൊ എന്താണ് നടക്കുന്നതെന്ന്. കാരണം എനിക്കിത് കാണാൻ താല്പര്യമില്ല. കുറെ സാധനം നീ ഇമോഷണൽ റെസൊണൻസ് അല്ലെങ്കിൽ ഹൗ ഡു പീപ്പിൾ റിലേറ്റ് ടു വിൻലാൻഡ് സാഗ എന്ന് ചോദിച്ചാൽ നിന്റെ ഉത്തരം എന്തായിരിക്കും? I don't think people relate to in the sense what do they perceive in it. ഒരു മെജോറിറ്റി ആൾക്കാരെ ഭൂരിഭാഗം I don't intend those people who compare AOT and വിൻലാൻഡ് സാഗ. നിങ്ങളെ ഞാൻ കൂട്ടുന്നില്ല. വിൻലാൻഡ് സാഗ അല്ലെങ്കിൽ സെയിനൻ എന്ന കഥ ഒരു കാറ്റഗറി അല്ല. AOT ആണ് ഏറ്റവും ബെസ്റ്റ് ആനിമെ എന്ന് പറയുന്നവരെ കൂട്ടുന്നേ ഇല്ല. നിങ്ങൾ ഓക്കെ യു ആർ സെയിങ് ദാറ്റ്, അത് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ്, ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. നിങ്ങളെ ഇഷ്ടം ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. That's great. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പേഴ്സണലി എന്ന് വെച്ചാൽ റിലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വൈക്കിംഗറായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് ഞാൻ ആ സാധനത്തിൽ നിന്ന് തോർഫിൻ എന്ന ക്യാരക്ടറിൽ ഇപ്പം ഐ ഹാവ് നോ എനിമീസ് എന്ന് പറഞ്ഞ സാധനം എന്തായാലും നമുക്ക് അടിക്കാൻ പറ്റുകയില്ല. അതിന്
ഇറ്റ് ടേക്സ് എൻ ഇൻസെയിൻ ലെവൽ ഓഫ് പേഷ്യൻസ്, ഡിസിപ്ലിൻ. രണ്ടും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ സ്റ്റോയിസിസം എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് വായിച്ചതിന് ശേഷം വിൻലൻഡ് സാഗ കണ്ടപ്പം ഹൗ എ പേഴ്സൺ ഷുഡ് കം ഇൻ കൺട്രോൾ ഓഫ് ഹിസ് ഫീലിങ്സ്, ഇമോഷൻസ്. അതെ, ഇമോഷൻസ്. ആ ഒരു സാധനം നിങ്ങളുടെ ആക്ഷൻസിനെ അത് നിയന്ത്രിക്കാതെ നിങ്ങൾ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളൊരു ഒരു ലെവൽ ഓഫ് സപ്രസിങ് യുവർ ഇമോഷൻസിന്റെ സംഭവം അവിടെ റിഫ്ലക്ട് ചെയ്യണമുണ്ട്, വിച്ച് ഇസ് നോട്ട് വെരി ഹെൽത്തി. അത് ഞാൻ കണ്ടോൺ ചെയ്യുന്നില്ല. സപ്രസിങ് ഞങ്ങളും കണ്ടോൺ ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റോയിസിസം എന്ന സാധനത്തിനെ വളച്ചൊടിച്ച് ഫീലിങ്സേ ഇല്ലാത്ത മനുഷ്യർ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് മോശം. അതെ, അത് മോശം. തലച്ചോറില്ലാത്തത് അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായ ടോപ്പിക്കിനെ കുറിച്ച് വായിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ സാധനം ഉണ്ടല്ലോ, wisdom has been running behind but you've been faster. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്കൊന്നും പറയാനില്ല. അതെ, അപ്പം എനിക്ക് ടു മീ പേഴ്സണലി വാട്ട് ഐ ഗെറ്റ് ഫ്രം വിൻലൻഡ് സാഗ ഇസ് ഹൗ യു ക്യാൻ ബിക്കം എ ബെറ്റർ ഹ്യൂമൻ. വയലൻസ് എന്നത് ലാസ്റ്റ് റിസോർട്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യരാണ്, ജീവിത സാഹചര്യങ്ങൾ പലതും വരാം. സെൽഫ് എന്താ പറയുക, സ്വയം രക്ഷയ്ക്കായിട്ട് നമ്മൾ ചിലപ്പോൾ പലതും ചെയ്തെന്ന് വരും. എങ്കിലും ചുറ്റുമുള്ള മനുഷ്യരോട് എന്താ പറയുക, ബഹുമാനത്തോടു കൂടിയും being mindful about your circumstances, be kind to people. It doesn't take anything, it doesn't charge you anything unless you are getting, which is different. So millions are into prostitution. ഞാൻ മെറ്റഫോറിക്കലി ആണ് പറഞ്ഞത്, ലിറ്ററലി അല്ല. ഇവന്റെ കൈവറയുടെ കാര്യം ഇപ്പോഴാ മനസ്സിലായത്. പറഞ്ഞത് be mindful about it. അപ്പൊ നീ എന്താണ് റിലേറ്റബിലിറ്റി ഫാക്ടർ? കമന്റ് ഇടുന്ന അല്ല പറഞ്ഞു കഴിഞ്ഞാ ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതല്ല. നേരത്തെ ഞാൻ ഒരുപാട് ഗ്രഡ്ജസ് ഞാൻ ഹോൾഡ് ചെയ്യുമായിരുന്നു ആൾക്കാരത്ത്. അതായത് ചെറിയ കാര്യമായിരിക്കും, വലിയ കാര്യമായിരിക്കാം, ഗ്രഡ്ജസ് ഒരുപാട് ഹോൾഡ് ചെയ്യുമായിരിക്കും. അതിന് കാരണം പലതായിരിക്കും. പണമാകാം, അല്ലെങ്കിൽ നമ്മളിലുള്ള സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, പെണ്ണാകാം, അങ്ങനെ എന്തും ആവാം. പക്ഷേ ആഫ്റ്റർ എ സർട്ടൺ പീരീഡ് ഓഫ് ടൈം ഈ പറഞ്ഞ നമ്മളത് എന്തോരം ബാധിക്കുന്നുള്ളതല്ല. കാരണം ഇനി എന്ത് ബാധിച്ചിട്ടും കാര്യമില്ല എന്നുള്ളൊരു സെറ്റപ്പിനകത്തോട്ട് എത്തിയത് കാരണം നമ്മളെ ബാധിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ലായിരുന്നു. അത് മറ്റൊരു കാര്യം. പക്ഷെ മോർ ദാൻ ദാറ്റ് എന്തിനു പറയുന്ന ഗ്രഡ്ജസ് ഹോൾഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാനൊരു മൈൻഡ് സെറ്റിലോട്ട് എത്തിയായിരുന്നു. അതായത് ഞാൻ പറയും എനിക്ക് ശത്രുക്കളില്ല, എനിക്ക് ശത്രുക്കൾ കാണാം, പക്ഷെ ഞാൻ ആരെ ശത്രുവായിട്ട് കാണുന്നില്ല. എനിക്ക് ചിലപ്പോൾ ശത്രുക്കളാണ്, അവരെന്നെ ചിലപ്പോൾ ശത്രുവായിട്ട് കണ്ടിരിക്കാം. നമ്മളെല്ലാവരുടെ ലൈഫിൽ നമ്മളാണ് മെയിൻ ക്യാരക്ടർ, തീർച്ചയായിട്ടും. അപ്പോഴവരുടെ ലൈഫിൽ ചിലപ്പോൾ ഞാനായിരിക്കും വില്ലൻ, പക്ഷെ എൻ്റെ ലൈഫിൽ വില്ലൻസ് ഇല്ല. ഞാൻ ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ ഇപ്പം ജീവിക്കുന്നത്. ആരും വില്ലൻസ് ആയിട്ട് പെർസീവ് ചെയ്യുന്നില്ല. എന്റെ സ്റ്റോറിയിൽ ഞാൻ MC ആയിട്ടുള്ള എന്റെ സ്റ്റോറിയിൽ വില്ലൻസ് ഇല്ല. എനിക്ക് ഞാൻ ആന്റി ഹീറോ ക്യാരക്ടേഴ്സും ഇല്ല, ആന്റി ഹീറോ ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. പക്ഷെ there are some characters who doesn't have screen time. I don't give them screen time. മനസ്സിലായില്ലേ? They don't have anything in my life. Significance ഇല്ല. സ്ക്രീൻ ടൈം എന്ന പേന എടുത്ത് ഞാൻ ചന്തിക്ക് സ്ക്രീൻ ടൈം സ്ക്രീൻ ടൈം വരാൻ ഞാൻ സമ്മതിക്കുന്നില്ല. സ്ക്രീൻ ടൈം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈസക്കായിന്ന് ചിലപ്പോൾ ഞാൻ ബെയർ സർക്കിലോട്ടായിരിക്കും പോകുന്നത്. സോ അതുകൊണ്ട് സ്ക്രീൻ ടൈം കൊടുക്കാറില്ല. ആളില്ലാത്തോണ്ട് ഉമ്മാടെ ചട്ടുവൊന്നും ആയിരിക്കത്തില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ആർക്കും ഒരു എന്തിനു പറയുന്ന എനിക്ക് ഗ്രഡ്ജസ് തോന്നാൻ സാധ്യതയുള്ളത് ഗ്രഡ്ജസ് ഉള്ള ആൾക്കാർക്ക് സിഗ്നിഫിക്കൻസ് കൊടുക്കാതെ മുന്നോട്ട് നീങ്ങുന്ന. എനിക്ക് വില്ലൻ സാഗയുടെ സെക്കൻഡ് സീസണാണ് ആ ഒരു സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ചില സമയത്ത് എന്തിനു പറയുന്ന ബാക്ക് ഓഫ് ചെയ്യണം ചില സമയത്ത്. തീർച്ചയായിട്ടും ചില സമയത്ത് ബാക്ക് ഓഫ് ചെയ്യണം. അതിനി ചിലപ്പോൾ അത് ഗ്രഡ്ജസ് ആവാം, ചിലപ്പോൾ അതൊരു റിവെഞ്ച് ആവാം. അത് ഏത് തരത്തിലുള്ള ഒരു മോശം ഇമോഷൻസ് ആണെങ്കിലും അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു മെന്റാലിറ്റി നമ്മളതിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് സീസൺ കണ്ടിട്ട് ഇനി അതുപോലെയാണ് വിൻലൻഡ് സാഗ എന്ന് പ്രതീക്ഷിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതല്ല. ഫൈറ്റ് സീൻസ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. ആദ്യം പറഞ്ഞതാണ് എനിക്ക് ഒരു കാര്യം ക്ലിയർ ചെയ്യാനുണ്ട്. ഈ പറഞ്ഞ ബാക്ക് ഓഫ് ചെയ്യാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഡ്രീമിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ ആസ്പിറേഷൻസിൽ നിന്നോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞ നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നാണ്. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് മറ്റേ സ്പിരിച്വൽ ലെവലിലുള്ള സാധനങ്ങളൊന്നുമല്ല, എനിക്കത് പറയാൻ ഇഷ്ടവുമല്ല. ഞാൻ പറയുന്നത് ഗ്രഡ്ജസ് ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആങ്കർ, റിവഞ്ച്, ഈ കാര്യങ്ങളിൽ നിന്ന് റിസെന്റ്മെന്റ് വെച്ചോണ്ടിരിക്കാതെ ശ്രമിക്കുക. കാര്യം നിങ്ങളുടെ ഇമോഷണൽ സ്പേസിനെ അത് ഒത്തിരി ബാധിക്കും. അവരെന്നെ കുറിച്ച് ചിന്തിക്കുന്നവരുമില്ല, നിങ്ങളാണ് ഇതെല്ലാം ചിന്തിച്ചു കൊടുക്കുന്നത്. അതെ, കാരണം ചിലപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻസ് ഇല്ലായിരിക്കും, അതൊരു വലിയ കാര്യമാണ്. മറ്റേ എനിമീസ് ആയിട്ട് കാണുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ നമുക്കൊരു പട്ടി വിലയായിരിക്കും. എനിക്കൊരു ദേഷ്യമുണ്ട്, നീ ഏതാ? അത് നിങ്ങളെ ബാധിക്കുന്ന പോലെ തന്നെ നിങ്ങളോട് വളരെ അടുത്തിട്ടുള്ള വ്യക്തികളെ ബാധിക്കും. ഫസ്റ്റ് സീസണിന്റെ ആ ഒരു അനിമ കണ്ടപ്പം, അനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ മാങ്ക വായിക്കുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ അനിമ കാണാൻ വേണ്ടി തിരിച്ചും പോകാറില്ല. ഇപ്പം വൺ പീസ് പോലും ഞാൻ മാങ്ക വായിച്ച് പോകുന്ന കാരണം അനിമ കാണാറില്ല, അത് വേറൊരു കാര്യം. സോ അതേപോലെ ഇപ്പം വില്ലൻ സാഗയിലാണെങ്കിൽ ആ കഥ വായിച്ചപ്പോഴത്തേക്കും ഐ ഫീൽ മോർ റിലാക്സ്ഡ് when he back go from his grudges and revenge. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കത് കൂടുതൽ സിഗ്നൽ. ഞാൻ ഇടയ്ക്ക് വെച്ചൊരു വീഡിയോ പറഞ്ഞായിരുന്നു എനിക്ക് എന്നെ ഒരു ക്യാരക്ടറും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് തോർഫിൻ എന്ന് പറയുന്നത്. I didn't get any influence from that character, but I can relate to that character. ഇൻഫ്ലുവൻസ് എന്താ? ഡ്യുവൽ സോർട്ട് ഫൈറ്റിംഗ് നല്ലൊരു ഇൻഫ്ലുവൻസ് ആണ്, ശ്രമിക്കാം. ഡ്യുവൽ ഡാഗർ, അതെ ഡ്യുവൽ ഡാഗർ. ഞാനൊക്കെ ചെയ്ത കോമഡി ആയിരിക്കും ഡ്യുവൽ ഡാഗർ. എത്തണ്ടാടാ, ഞാൻ കഴിഞ്ഞോണ്ടേക്ക് 4-5 വെട്ടി ഇവിടെ കിട്ടും. ആദ്യത്തെ ചോദ്യമല്ല, നാണം ഉണ്ടോടാ ഇത്രയും? പിന്നെ വൈക്കിംഗ് ബ്ലേഡ്സ്, ആ എറിയിലെ ബ്ലേഡ്സ് ഏത് രാജ്യത്തിന്റെ ആയാലും അതെ, നിന്റെ ഇൻഫ്ലുവൻസ് എന്താ? ഇൻഫ്ലുവൻസ് അല്ല, എന്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ബേസിക്കലി. കാരണം തോർഫിൻ എന്ന ക്യാരക്ടർ അല്ലെങ്കിൽ വില്ലൻ സാഗ അനിമ കാണുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കുറെ ഈ സ്റ്റോയിസിസം, ഈ മറ്റേ സെക്യുലർ ബുദ്ധിസം, ഫിലോസഫിക്കൽ ഐഡിയാസ് സംഭവത്തിനൊക്കെ പറ്റി ഒരു ഓവറോൾ ഐഡിയ ആ സംഭവം ഞാൻ മനസ്സിലാക്കി ഉണ്ടായിരുന്നു. വായിച്ചു തുടങ്ങുമ്പോൾ അറിയുന്നത് നോട്ട് നമ്മൾ അത് മറ്റേ ഉൾക്കൊണ്ട് നമ്മൾ പഠിച്ചത് ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ബട്ട് യു ഷുഡ് ബി. വെറുക്കുന്ന വ്യക്തിയാണെങ്കിലും നീ വെറുക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അറിയണം, എന്തുകൊണ്ട് വെറുക്കുന്നു അറിയണം. നിനക്കൊരു ഉത്തരം വേണ്ട. അല്ല, ഞാൻ പറഞ്ഞത് പേഴ്സണലി ഫിലോസഫി യൂസിനോട് എനിക്ക് വലിയ അടിപൊളി സ്റ്റോയിസിസം ഒക്കെ കുറച്ച് വായിച്ച് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുമ്പോൾ സ്റ്റോയിസിസം എന്നുള്ള ഞാനും ആദ്യം കണ്ടു തുടങ്ങിയത് അങ്ങനെ സ്റ്റോയിസിസം, യു ആർ എ മാൻ, യു ഡോണ്ട് ഫീൽ എനിത്തിങ്. അതല്ല, കുറെ എന്താ പറയാ ഈ വേൾഡ് വാർ 1-2 ടൈമിലുള്ള ഫ്രഞ്ച് ഫിലോസഫേഴ്സ്, ഈ ഏർലി 1800s ഫ്രഞ്ച് ഫിലോസഫേഴ്സ്, ഇവരുടെയൊക്കെ സ്റ്റഡീസ്, ജർമ്മൻ ഫിലോസഫേഴ്സിന്റെ ഞാൻ കുറെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫിലോസഫറിന്റെ ബുക്കും കണ്ടാ നടക്കുന്നത്. അത് ഞാൻ ഇന്ന് ഒരാളുടെ ബുക്ക് ഷെൽഫിൽ കണ്ടായിരുന്നു. ഞാൻ പറയുന്നതിനാണ് തുപ്പി കാണിച്ചത്. ശരിക്കും മറ്റേ നീച്ച് ഇരിപ്പുണ്ട്, ഹിറ്റ്ലർ ഇരിപ്പുണ്ട്. പിന്നെ വേറൊരാളെ ബുക്ക് വായിക്കേണ്ട പുസ്തകം കേട്ടോ. കാര്യം you should understand where all of this coming from. വേറൊരു ആളിന്റെ പേരുണ്ട്, പക്ഷെ അത് ഞങ്ങൾ ഗേറ്റ് കീപ്പ് ചെയ്യാണ്. അത് നമ്മൾ പറയത്തില്ല, ചത്താലും പറയത്തില്ല. അതാ മാക്സിമം ആൾക്കാർ അറിയരുത്, കാരണം നമുക്ക് അഡ്വാൻറ്റേജ് അവിടെ കിട്ടാത്തോളൂ. നിനക്ക് പിന്നെ പറഞ്ഞുതരാം കേട്ടോ, പിന്നെ അറിയാൻ അപ്പോ ആ ഫിലോസഫേഴ്സിന്റെ ടീച്ചിങ്സും ഈ ഇടയ്ക്ക് ഞാൻ കേട്ട ഒരു പോഡ്കാസ്റ്റ് ഉണ്ട് ഫിലോസഫേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി, ഞാൻ അതിലേക്ക് അവിഡ് ലിസണറാണ്. അപ്പൊ അതിന്റെ ഇടയിൽ അങ്ങനെ വളരെ റാൻഡം ആയിട്ടൊരു സാധനം കിട്ടും. ഈ നമുക്ക് ഈ സൂപ്പർ കമ്പ്യൂട്ടർ സാധനങ്ങളൊക്കെ വെച്ചിട്ട്
പ്രീവിയസ് ഇവന്റ്സ് വെച്ച് നിനക്ക് ഫ്യൂച്ചർ ഇവന്റ്സ് പ്രെഡിക്ട് ചെയ്യാം, മാത്തമാറ്റിക്കലി പ്രെഡിക്ട് ചെയ്യാം. ഹ്യൂമൻ ബീങ്സിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് റാൻഡം ഇവന്റ്സ് ആണ്. ആരൊക്കെ എവിടെയൊക്കെ ജനിക്കുന്നു, ഇങ്ങനെ മുമ്പ് നടന്ന കാര്യങ്ങളുണ്ട്, നിനക്ക് ഭാവിയിൽ നടന്ന കാര്യങ്ങൾ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫ്രീ വില്ലിന്റെ എക്സിസ്റ്റൻസ് എവിടെയാണ്? പക്ഷെ അത് ഒരു കാര്യമുണ്ട് അതിനകത്ത്, ഈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് തന്നെടാ, അത് ഈ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ പ്രൊജക്ഷൻസ് ചെയ്യുന്നത് വിത്ത് ഓൾമോസ്റ്റ് 90 to 95% അക്യുറസി ആണ്. ഈ 5% ബഫർ ഉണ്ടെങ്കിലും ആ 95% വെരി ആക്യുറേറ്റ്. പക്ഷെ ആ 95% നമുക്ക് അംഗീകരിക്കാനല്ല, നമുക്ക് അത് ഉറപ്പ് പറയാൻ പറ്റില്ല. 95% ശരിക്കും നടക്കുന്ന കാര്യമാണ് അത് തന്നെ അല്ല. ഇപ്പം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ഒരു ഇതെടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ എനിക്ക് ഈ ഒരു സാധനം എനിക്കറിയാം, ഇത് പക്ക മാത്തമാറ്റിക്കലാണ്, വളരെ മാത്തമാറ്റിക്കലാണ്. അതായത് ഹിസ്റ്ററി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഹിസ്റ്ററി ഇങ്ങനാണ്, അത് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ സീരീസ് ഓഫ് ഇവന്റ്സ് അല്ലെങ്കിൽ സീരീസ് ഓഫ് എന്താ പറയാ പ്രോഡക്ട്സ് അല്ലെങ്കിൽ എന്താ പറയാ സിനാരിയോസ് അല്ലെങ്കിൽ ഇവന്റ്സ്, എന്ത് സംഭവമാണെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതിന്റെ പ്രൊഡക്ഷൻ, റെലവൻസ്, ഒറിജിൻ, ഈ സംഭവത്തിന്റെയൊക്കെ നമ്പർ എടുത്തിട്ട് മുമ്പ് കടന്ന കാര്യങ്ങൾ വെച്ച് ഇതിന്റെ ബിസിനസ് ദേ യൂസ്, അത് ഭയങ്കര ഫേമസ് പരിപാടിയാണ്, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് എല്ലാ ഹോം ഓണേഴ്സും യൂസ് ചെയ്യുന്ന സംഭവമാണ്. 1 point or other in time they use a supercomputer to project predictions so that they can make നല്ല ക്വാളിറ്റി, അല്ലെങ്കിൽ they can understand where the products come from, അല്ലെങ്കിൽ what they can do to sell more accurately. കാരണം സെയിം സീരീസ് തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. പക്ഷെ ഈ ഫ്യൂച്ചറിന് ഇത്ര പെർസെന്റേജ് ഓഫ് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? 95% ചാൻസ് അല്ല, 95% ഓഫ് ആക്യുറസി ഉണ്ടെന്ന് പറയുന്നില്ല. ആ 95% നടക്കാനുള്ള ആക്യുറസി എന്ന് പറയുന്നത് തെറ്റാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95% ഓഫ് ആക്യുറസി നമുക്ക് ഒരിക്കലും ഫ്യൂച്ചറിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു 5% ഓഫ് ആക്യുറസി നമുക്ക് കിട്ടും ഇതിന്ന്. പ്രൊഡിക്ട് ചെയ്യുന്നില്ല, മാത്തമാറ്റിക്കലി പ്രൊജക്ട് ചെയ്യുവാണ്. മാത്തമാറ്റിക്കലി പ്രൊജക്ട് ചെയ്യുവാണ്, കണക്കൂട്ടലാണല്ലോ. കണക്കൂട്ടൽ ഓൾമോസ്റ്റ് ഓൾവേസ് ഇസ് റൈറ്റ്. നമ്മൾ അങ്ങനെയാണ് 95% ആക്യുറസി എന്ന് പറയുന്നത് അവർ ഇത്രയും നാൾ കണ്ടുപിടിച്ച് വെച്ചിട്ട് ഭാവി പ്രവചിക്കാതെ തിരിച്ച് വില്ലൻസ് ആക്കി നമ്മൾ കാടി കഴി പോകുന്നു. നമ്മളെ പറ്റി അല്ലെ തന്നെ അപ്പോൾ ഫിലോസഫിക്കൽ ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്റ്റോയിസിസം ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്ന കൂടി നീ എന്ത് ചെയ്യുന്നു അല്ല നീ പറഞ്ഞു സ്റ്റോയിസിസം. അപ്പൊ നീ കണ്ടാണ് എടുത്ത് പറയണത് ഈ വിൻലൻഡ് സാഗ സംഭവം ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോയിക് ഐഡിയാസ് ആണ്, സ്റ്റോയിസിസം സംഭവങ്ങളൊക്കെയാണ്. ഫസ്റ്റ് സീസൺ കണ്ടപ്പോഴത്തേക്കും എനിക്ക് മറ്റേ വാർട്ടോൺ അത്രയും ബുദ്ധിമുട്ടി ബാറ്റിൽ ഫീൽഡിൽ കിടന്ന് ജീവിക്കാൻ വേണ്ടി ഒരു രീതിയും പരഗതി ഇല്ലാതെ കഷ്ടപ്പെട്ട് വരുന്ന ചെക്കൻ പെട്ടെന്ന് കൊണ്ടൊരു ദിവസം സ്റ്റോയിക് ആവുന്നു. അപ്പൊ ഇത്രയും നാളവൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻഡ്യൂർ ചെയ്ത സാധനത്തിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പെട്ടെന്ന് ഈ 180 ഡിഗ്രി അടിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ടേസ്റ്റ് ആയില്ല. യൂട്ടേൺ പെട്ടെന്നൊരു യൂട്ടേൺ എന്ന് വെച്ചാൽ ഈ ഇത്രയും ഹാർഡ്ഷിപ്സിൽ കൂടെ കടന്നു വന്നിട്ട് ഇത്രയും സ്ട്രഗിളും സഫറിങ് ഒക്കെ ചെയ്ത് ഒരു എൻഡ് ഗോളിന് വേണ്ടി ഇത്രയും വർക്ക് ചെയ്ത എൻഡ് ഗോൾ കിട്ടിയില്ല. അപ്പം ജീവിതം നശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മറ്റേ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എന്റെ എക്സിസ്റ്റൻസിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. ഞാൻ ഇനി മറ്റേ ബയോളജിക്കൽ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മളെ 7 വയസ്സിനകത്ത് വെച്ചിട്ടാണ് നമ്മളുടെ ബ്രെയിനിന്റെ വയറിങ് കൂടുതൽ നടക്കുന്നതെന്ന്. 90% ഓഫ് ബ്രെയിൻ വയറിങ് നടക്കുന്നത് 7 വയസ്സിനകത്താണ്. കാരണം 2 to 5, 5 to 7 ഇത് രണ്ട് ഡിയർ ആണ്. അതിനകത്ത് ഇവൻ ഈ 7 വയസ്സ് ഈ ഒരു 7 വയസ്സ് വരെയും ഇവൻ ജീവിച്ച ലൈഫ് നമുക്ക് ഓർമ്മയുണ്ടോ? അത് വളരെ ശാന്തമായിട്ട് അവൻ അതിലേക്ക് തിരിച്ചു പോകണം. കാരണം അവന്റെ ബ്രെയിൻ വയർ ചെയ്തേക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. അതിലേക്കാണോ തിരിച്ചു പോകണം? അല്ലല്ലോ. അല്ല, പക്ഷെ ഏകദേശം അതുമായിട്ടൊരു അടുപ്പമില്ലേ? ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പരിഹാരം ചെയ്യണം എന്നുള്ള സ്കീമിലാണ് അവൻ മറ്റേ നോക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അസ്കലാഡ് മരിക്കുന്നവരെ ഇവൻ ചെയ്ത പാപങ്ങൾ, കൊന്നൊടുക്കിയ ആൾക്കാര്, ഈ ട്രോമകളെല്ലാം അസ്കലാഡ് മരിച്ച് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്തിനാ എന്നുള്ളൊരു ചോദ്യം അവന്റെ സ്പിരിറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം.
സ്പിരിറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലോ. കാരണം അണ്ടർ വേൾഡിലോട്ട് വീഴുമ്പോഴത്തേക്ക് അത് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയാണ്. അല്ലടാ മറ്റേ ഇവൻ ചെന്ന് അണ്ടർ വേൾഡിലോട്ട് വീഴണമെന്ന് പറഞ്ഞാൽ മറ്റേ നൈറ്റ്നസ് വരുമല്ലോ. അവിടെ അസ്കലാടാണ് മോനെ. ഒരു എംസിയില് ഇത്രയും ഇൻഫ്ലുവൻസ് വേറൊരു ക്യാരക്ടർ കൊടുക്കുന്നുണ്ട് അസ്കലാഡായിരുന്നു എനിക്ക് ഈ ഒരു വില്ലൻ സാഗയിൽ തോർഫിന് കൊടുക്കുന്നതായിരുന്നു കാണുന്നത്. കാരണം എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ക്യാരക്ടറൊക്കെ. നമുക്കിപ്പം ഷോണൻ ഈവൻ മോർ ദാൻ ഹിസ് ഫാദർ തോർ. അതെ, ഷോണൻ ഫാദറിന്റെ പ്രസൻസ് അവിടെ ഇല്ലായിരുന്നല്ലോ ടു ബി ഫെയർ. കാരണം വളർന്നു വന്ന് ഒരു വിവരം വയ്ക്കുന്ന പ്രായമാണതിന് മുമ്പേ തന്നെ അച്ഛൻ സ്വന്തം കൺമുന്നിൽ കിടന്ന് ലൈക്ക് റൂത്ത്ലെസ് ആയിട്ട് മരിക്കുകയാണ്. അതും ബാക്കിയുള്ളവർ അയാൾ ആ സമയത്ത് രക്ഷിക്കാൻ നോക്കുക. അല്ല അവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ ലൈക്ക് അത് പറഞ്ഞ പോലെ തന്നെ തോർസ് അവന് പ്രായമാവുന്നതിന് മുമ്പ് മരിക്കുന്നുണ്ട്. അത് ആ സീനിൽ നീ നോക്കുമ്പം ഈ തോർഫിൻ നിങ്ങളെല്ലാം ഞാൻ കൊല്ലൂ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാരും ചിരിക്കുമ്പോ അസ്കലാഡ് മാത്രം ചിരിക്കത്തില്ല. അവരെ കൊല്ലാൻ വേണമെന്ന് വെച്ചാൽ അസ്കലാഡ് മാത്രം ചിരിക്കുന്നില്ല. അപ്പം അത് വേണമെന്ന് വെച്ചാൽ കൊല്ലും എന്നാണോ ഇവനീ കൊല്ലാം എന്നുള്ള ത്വര ഉള്ളത് കൊണ്ട് ഇവനെ എനിക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവനെ ഫൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇവൻ ഇപ്പൊ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ മരിക്കും. പക്ഷെ കുറച്ച് നാളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മറ്റേ കിടിലും ഒരു വെപ്പണായി എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള തോട്ടാണ് ആസ്കലാഡിന്റെ. ഈ ആസ്കലാഡ് ഇത് വേണം നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ അനാലിസിസ് ആയിട്ട് കൂട്ടാം. ആസ്കലാഡ് ആരുമായിട്ടൊരു ക്ലിയർ ബോണ്ടിങ് ഇല്ല. അതായത് മറ്റേ ബർസർക്കർ ബിയോൺ മരിച്ചു കിടന്നപ്പോഴും മരിക്കുമ്പോഴും പറയുന്നുണ്ട് ആരും ഞാൻ വിശ്വസിച്ചിരുന്നില്ലെങ്കിലും ഫ്രണ്ടായിട്ട് സുഹൃത്തായിരുന്നു. സെയിൻ ക്യാരക്ടറിലെ ഒരുപാട് ക്യാരക്ടേഴ്സിൽ നമുക്ക് പക്ഷെ ഇത് കാണാൻ പറ്റും. ഈ പറഞ്ഞ ബർസർക്കിലും വില്ലൻ സാഗയിലും ഞാൻ മറ്റേ ഇത് വാഗബോണ്ട് ഞാൻ അത്രയും പോയിട്ടില്ല. ഈ പറഞ്ഞ എല്ലാത്തിനകത്തും നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് ആരുമായിട്ടും ഒരു ബോണ്ട് വെക്കാത്ത കുറെ ക്യാരക്ടേഴ്സ്. ഹ്യൂമൻ അസോസിയേഷൻസ് ആർ ഓൾവേസ് എ വീക്ക് പോയിന്റ്. ആസ്കലാഡിന് ഇപ്പൊ മറ്റേ ആരായിട്ടെങ്കിലും നല്ല ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ലെവറേജ് ചെയ്യായിരുന്നു. കാരണം ഒരുപാട് എനിമീസ് ഉള്ള മാനിപ്പുലേറ്റ് ചെയ്യാം. ഈ ബ്യോൺ എന്ന് പറഞ്ഞത് ആസ്കലാഡിന് മരിക്കും. അത് ആസ്കലാഡിന് അറിയാം. അതുകൊണ്ട് ബ്യോണിനെ ലെവറേജ് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റത്തില്ല. കാരണം ലൈക്ക് ഒറ്റ പോയിന്റ് ഉള്ള മനുഷ്യരാണ്. ഫൈറ്റ് തോറിന് ചിലപ്പം പണ്ട് ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നിരിക്കാം, അവനൊരു വാര്യർ ആയിരുന്ന സമയത്ത്. പക്ഷെ അവന് ഫാമിലി ആയി കഴിഞ്ഞപ്പോഴാണ് അപ്പോഴത്തേക്കും അവരുടെ അന്ന് ട്രോളായി. അത് മറ്റേ നമ്മളെ ചൈന ടൗണിൽ പറയുന്ന ഡോണിന് ഭാര്യ മക്കളൊന്നും പറ്റത്തില്ല, അവരെ പിടിച്ചോണ്ട് പോകുന്നത് വില്ലന്മാർ, അവരെ കൊണ്ടുപോകുന്നത് ആ സാരം. അതാണ് ആസ്കലാഡിന്റെ മെയിൻ ഓഫ് യോമിൽ നിന്നും കുടുംബസ്ഥനായ തോറസിനെയാണ് മറ്റവൻ വന്ന് പിടിച്ചോണ്ട് വന്നത്. വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ടീം അവിടെ നിന്ന് ഇങ്ങോട്ട് വരും എന്ന് പറയുന്നത്. അല്ലടാ ടീം വരുന്നല്ല, അവന്റെ ജോൺ വൈക്കിങ്സ് എല്ലാം ഇറങ്ങി വില്ലേജിൽ നിൽക്കുവല്ലേ. എല്ലാരും വെളി ഇറങ്ങി നിൽക്കുവായിരുന്നു. അപ്പം മറ്റേ അവന്റെ ജോൺ വൈക്കിങ്സ് തിരിച്ചു പോകുമ്പോ മറ്റേ ഒരുത്തന്റെ മുഖത്ത് ഭയങ്കര ഡിസ്പ്ലേഷർ ഉണ്ട്. ആരെയും കൊല്ലാൻ പറ്റിയില്ല ആ സംഭവം. അത് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യും. അത് മറ്റേ ആ സീൻ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഈ വില്ലേജേഴ്സിനെയൊക്കെ നോക്കിയിട്ട് വൈക്കിങ്സ് നോക്കുമ്പോൾ അവന്മാർ 7-7 അടി പൊക്കമുണ്ട്. അല്ല ഇത് അതൊന്ന് അപ്പം ഈ ഹ്യൂമൻ അസോസിയേഷൻ ഇല്ലാത്ത അസ്കലാഡിൽ നിന്നും പുള്ളിക്ക് തോർഫിനോടുള്ള ഒരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ തോർഫിനോടുള്ള ഒരു അടുപ്പം മറ്റേ സെക്കൻഡ് സീസണിൽ ഈ പറഞ്ഞ അണ്ടർഗ്രൗണ്ട് ഹെല്ലിലേക്ക് വീഴുമ്പോൾ കാണാൻ പറ്റും. അത് തോർഫിന്റെ ഇമാജിനേഷൻ ആയിരിക്കും. ആ മരിക്കുമ്പം ഇവൻ അടുത്തോട്ട് പോകുന്ന സീനിലും പുള്ളി ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, നിനക്ക് എന്നെ കൊല്ലാൻ പറ്റിയില്ലല്ലോ അല്ലേ എന്നും പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. വേറൊരു കാര്യം, തോർഫിനോട് ആസ്കലാഡിനുള്ള ഈ അടുപ്പം അവനൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് എനിക്ക് കാണുന്നില്ല. കാരണം ഇവൻ മറ്റേ എന്താ പറയാ ഒരു ആ ഫ്രഞ്ച് കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആ റിവർ സൈഡ് ഫോർട്ടില്ലേ ബ്രേക്കിങ് ചെയ്യുമ്പോഴത്തേക്ക് നീ ഒരു കാര്യം ചെയ്യണം, തല ഉണ്ടാ എങ്കിൽ ഞാൻ അടുത്ത ഡ്യൂവലിന് ചാൻസ് തരാന്ന് പറയുമ്പോൾ തല കൊണ്ടുവരുമല്ലോ. തല വെട്ടിയിട്ട് ഇവൻ മറ്റേ വെള്ളത്തിൽ ചാടും. അവന്മാര് കപ്പലിൽ ലോഡ് ചെയ്തിട്ട് തോർഫി വന്നില്ല, കുഴപ്പമില്ല, വന്നില്ലെങ്കിൽ ലാഭം. അവിടെ കോൺവെർസേഷനിലും എക്സ്പ്രഷൻസിലും ഒന്നും ഒരു സെൻസ് ഓഫ് കൺസേൺ റെലവൻസോ ഇല്ല അവിടെ തോർഫിന്. എനിക്ക് കൂടുതൽ പറയാനുള്ളത് സെൽഫിഷ് എന്ന് പറഞ്ഞൊരു ഇതിനകത്തായിരിക്കും. കാരണം ഈ മോറലി ഗ്രേ എന്ന് പറയുമ്പോ നമ്മള് ഗ്രേയില് അല്ല മോറലി ഗ്രേ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറലി ഗ്രേ ആയുള്ള ഒരാളുടെ അടുത്ത്
നിന്റെ രാജ്യം വേണോ, നിന്റെ ജീവൻ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തു പറയും? മോർ ടുവേർഡ്സ് ബ്ലാക്ക് ആണെങ്കിൽ മോർ ടുവേർഡ്സ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഗ്രേ എന്ന സ്പെക്ട്രത്തിൽ എങ്ങോട്ടും പോവാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാലോ. മോർ ടുവേർഡ്സ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെടുത്ത് ഈ പറഞ്ഞ രാജ്യം വേണം, നിന്റെ ജീവൻ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പറയും? അങ്ങനെ ചോദിക്കുന്നില്ലല്ലോ ഇവിടെ. അല്ല, അങ്ങേരുടെ തീരുമാനം അവിടെ, അസ്കലാഡിന്റെ തീരുമാനമായിരുന്നു അവിടെ. അതെ, അങ്ങനെ ചോദിക്കുന്നില്ല. ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. അതും മറ്റേ കിടിലൻ സീനാണ്, മറ്റേ ഫോർട്ട് വൈക്കിങ്സ് ബോട്ട് എടുത്തുകൊണ്ട് ഓടുന്ന സീൻ. ഒരു മനുഷ്യൻ വിചാരിക്കാത്ത സീനാ അത്. അവിടെ കിടങ്ങുണ്ട് ചാടൂലെന്ന്, ബോട്ടൊക്കെ പറക്കിക്കൊണ്ട് വരുന്ന എന്നടാ ഇതൊന്ന്. ഈ ആസ്കലാഡിന്റെ സംഭവം ചോദിക്കുമ്പോഴും അയാൾക്ക് എപ്പോഴും അയാളുടെ മോട്ടീവ്സ് എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കണം. വളരെ സെൽഫിഷ് ആയിട്ടുള്ള റീസൺസിനാണ് അയാൾ പല കാര്യങ്ങളും ചെയ്യുന്നതും ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും ഒക്കെ തന്നെ. മോറലി ഗ്രേ എന്ന് പറയുമ്പോൾ ഞാൻ മോർ ടുവേർഡ്സ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ആ സ്പെക്ട്രത്തിൽ he leans more towards ഡാർക്ക് സൈഡ്. കാരണം അയാളും വെഞ്ചൻസിലാണ് ഓടുന്നത്. അയാൾ സ്റ്റാർട്ട് തന്നെ വെഞ്ചൻസിലാണ്. അമ്മയെ മറ്റേ ബാസ്റ്റേർഡ് സൺ, അയാളുടെ അച്ഛനെ ആദ്യം കൊല്ലുന്നു, പിന്നെ അച്ഛനെ കൊന്നിട്ട് ചേട്ടനെ പ്രതിയാക്കുന്നു, ചേട്ടനെ തൂക്കിക്കൊന്നു. ഞാനത് കെട്ടിച്ചിരിച്ചത് തിരിച്ച് അല്ല, അതും അതിന്റെ ഞാൻ ആദ്യം ആ സീനെ കാണുന്നത് വില്ലൻ സാഗയുടെ ഏതോ കട്ട് കണ്ടതാ. അപ്പൊ ഞാൻ ആദ്യം തോർഫിനാണ് MC എന്നറിയാം. തോർഫിനെ പോലെ തന്നെയാണ് അസ്കലാഡിന്റെ കുട്ടിക്കാലം ഇരിക്കുന്നത്. അപ്പൊ ഞാൻ തോർഫിനായിരിക്കും എന്നുള്ള രീതിയിലാണ് വില്ലൻ സാഗ കണ്ടു തുടങ്ങിയത്. ഞാൻ ആദ്യം വിചാരിച്ച ആരാന്നറിയോ, തോറ നടന്നു വിചാരിച്ചത് ഞാൻ കണ്ടത്. ഞാൻ ആക്ച്വലി സ്ക്രീൻ ടൈം കൊടുക്കാറുണ്ട്. എപ്പിസോഡ് കണ്ടപ്പോ കൊള്ളാലോ, 5 പേരുടെ കൊല്ലുന്നത് രണ്ടാമത്തെ എപ്പിസോഡ് ആയപ്പോ തീർന്നാ കഴിഞ്ഞു പോവാൻ. ഇനി ആരാ അടുത്ത MC? 5 പേരുടെ പാഡിലൊക്കെ ഒറ്റയ്ക്ക് തുഴയുന്നു, ഈ 30 പേരേക്ക് ഇടിച്ചിടുന്നു, എങ്ങനെയൊക്കെ വന്നിട്ട് പെട്ടെന്ന് അമ്പ് ചെയ്ത് കൊന്നോളാം, തീർന്നു. ഈ മാങ്ക ആനിമെ വ്യത്യാസം പോലും എനിക്ക് തോന്നുന്നുണ്ടോ? ഐ മീൻ ഇൻ ദ സെൻസ് ഫസ്റ്റ് സീസൺ പാനൽ വൈസ് വ്യത്യാസമുണ്ട്, സ്റ്റോറി വൈസ് വ്യത്യാസമുണ്ട്. പാനൽ വൈസ് നല്ല വ്യത്യാസമുണ്ട്. തോർക്കലിന്റെ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, തോർക്കലിന്റെ മാങ്കയിലെ സീൻ കണ്ട മറ്റേ ഞാൻ ചോദിക്കട്ടെ, പാനൽ വൈസ് ആനിമെ വൈസും പെർഫെക്റ്റ്ലി എടുത്തിരിക്കുന്ന എത്ര ആനിമകളുണ്ട്? വളരെ ചോദിക്കുള്ളൂ. ഞാൻ പറയുന്ന വൺ പഞ്ച് മാൻ ഉണ്ട്. വൺ പഞ്ച് മാൻ അല്ലാതെ ലാഭമാണോ മാങ്ങാപ്പനെടുത്ത് അതല്ല മാറ്റി വരയ്ക്കാനൊക്കെ നിങ്ങളെ പാടാവൂലേ പണ്ട്? അല്ലാതെ വേറെ അറ്റാക്ക് ഓൺ ടൈറ്റനകത്ത് പാനൽ വെച്ചിട്ട് വ്യത്യാസമുണ്ട്. ബ്ലീച്ചിനകത്ത് പാനലിനകത്ത് ഭയങ്കര വ്യത്യാസമുണ്ട്. ബ്ലീച്ചിനകത്ത് ഈവൻ ക്യാരക്ടേഴ്സിന്റെ അകത്ത് വരെ മാറ്റമുണ്ട്. ബ്ലീച്ചിനകത്ത് എനിക്ക് പിള്ളേരും വൺ പീസിനകത്ത് മറ്റേ എല്ലാ മുറിവുകളുടെയും ഇതിന്റെ ഒക്കെ ഉണ്ട്. മറ്റേ വൈറ്റ് ബിയാർഡിന്റെ അതിനകത്തൊരു സ്വസ്തിക മീശ പോയി. അതെ, തല മൊത്തത്തിലാവും. ഈ ഒരു സൈഡാണ് പോകുന്നത്. ഇന്നത്തെ മീശ പോകും. അതണക്ക് ഇവനെ വെട്ടുന്ന സമയത്ത് ഏതാ സോറോയെ മറ്റേ മിഹോക്ക് വെട്ടിയ പാട് ഇവൻ അർലോം കാണത്തില്ലേ? ആ സമയത്ത് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഒരു സൈഡിൽ ഇങ്ങനെ താഴോട്ട്. ഇതിൽ കാണിക്കുന്നത് സ്റ്റിച്ച് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇതൊരു സ്റ്റിച്ച് പൊട്ടിയാൽ മാത്രമേ കാണിക്കത്തുള്ളൂ. മറ്റേന്ന് സ്റ്റിച്ചിൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഫുൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഫുള്ള് കറുപ്പായി ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട്. അന്നേരമാണ് പറയുന്നത് ഇവൻ മനുഷ്യരല്ലാതെ. അപ്പഴാ പറയുന്നത് മനുഷ്യനല്ല, ഫുൾ സ്ട്രെങ്തിലായിരുന്നു. വേറെ അടുത്ത ക്വസ്റ്റ്യൻ. വില്ലൻസ് ആകെ ഇങ്ങനെ കഥ അടിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സീനൻ കാറ്റഗറിയിലുള്ള മിക്ക അനിമേഴ്സും അങ്ങനെ തന്നെയാണ്. കാരണം സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് പോകാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം വെരി സബ്ജക്റ്റീവ് ആണ്. താത്വികമായിട്ടുള്ള അവലോകനങ്ങൾ, നമ്മളെ പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ കൂടുതൽ സംസാരിക്കാൻ വേണ്ടി അവസരം കിട്ടും. നിങ്ങൾക്ക് ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു ഫിലോസഫർ അല്ലെങ്കിൽ ഒരു ഫിലോസഫി ആയിട്ട് നിങ്ങൾ റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സീനൻ മാങ്കാസ് കാണുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരും. പ്രത്യേകിച്ച് ടോപ്പ് 3. നിങ്ങൾക്ക് ഫിക്ഷൻ വിസസ് റിയാലിറ്റി ഏതാ ഇഷ്ടം? അത് വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഫിക്ഷൻ, ഇഫ് യു ലൈക്ക് ഫിക്ഷൻ ദെൻ യു ക്യാൻ ഗോ ഫോർ ഷോനൻ, ആൻഡ് ഇഫ് യു ലൈക്ക് റിയാലിറ്റി ദെൻ യു ക്യാൻ ഗോ ഫോർ സെയ്നൻ. പക്ഷെ സെയ്നകത്തുള്ളത് വായിച്ചിട്ട് അങ്ങ് കളഞ്ഞേക്കണം. കുതിരോട്ടം ഉണ്ട്,
മറ്റേ സ്ഥലത്തിന്റെ പേരെന്തുവായിരുന്നു, ഉളമ്പാറയുണ്ട്. ഇങ്ങനെയൊക്കെ പോയിട്ട് കിടക്കേണ്ടി വരും. അവിടെയൊക്കെ പോയി കിടക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്ന, ഇത് വായിച്ചിട്ടില്ലാത്തവരത്താണ് പറയുന്നത്, വായിച്ചിട്ടുള്ളവരടുത്തല്ല പറയുന്നത്, വായിച്ചിട്ടില്ലാത്തവരത്താണ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പുറ സാധനങ്ങൾ ഇതിനെ കുറിച്ച് നല്ല ഐഡിയ ഇല്ലാത്തവരും ഉണ്ട്. അവർക്ക് ഇടയ്ക്ക് വെച്ച് റീലോഡ് മീഡിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ബെർസർക്ക് വായിച്ചിട്ട് കിളി പോയാണ് അവിടെ വീഡിയോ ഇട്ടേക്കുന്നത്. ബെർസർക്ക് വായിച്ചു കഴിഞ്ഞ ഒരാളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, ഇങ്ങനെ ഫോട്ടോസ് കണക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പാനല് ഭയങ്കര ഇംപ്രിന്റിങ് ആണ്, ഭയങ്കര രസമല്ല പാനലും. തീരെ രസമൊന്നുമില്ല, ഒരുമാതിരി വലിയ രസമൊന്നുമില്ല. ഡീറ്റെയിലിംഗ് ഓക്കെ, ഡീറ്റെയിലിംഗ് രസമുള്ള ഡീറ്റെയിലിംഗ് ഒന്നും അല്ല, അത്യാവശ്യം ഗോറും മറ്റേ ഡാർക്ക്. നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിലിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് വൺ പഞ്ച് മാൻ കാണാം കേട്ടോ, വായിക്കാം. വാഗബോണ്ട് വായിക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പറ്റിയ സാധനമാണ് ഉസുമാക്കി, അത് ഉസുമാക്കി വായിക്കാം. ഉസുമാക്കിക്കകത്തുള്ള പാനൽസ് ഒക്കെ ഇങ്ങനെ നിന്റെ പേര് എഴുതി വെക്കും അവസാനം. അല്ല, ഉസുമാക്കി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂയിസൈഡ് അതൊന്നുമില്ല. ഉസുമാക്കി വായിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിലും കിളി പോവും, ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വാള് വെക്കുന്ന അത് ഭയങ്കര മെന്റലി. അത് പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ അടുത്ത് ആരോ ഒരാള് ഈ ഇടയ്ക്ക് 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മളെ ഗ്രൂപ്പിലുള്ള ആള് തന്നെയാണ്, ചോദിച്ച് മാങ്കയും മാൻവയെ പോലെ കളർഫുൾ ആയിരുന്നെങ്കിൽ കിടിലായിരുന്നല്ലേ. അല്ല, കിടിലായിരുന്നല്ലേ. അപ്പോഴും ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന ഇതാണെന്നറിയോ, ഈ പറഞ്ഞ ഉസുമാക്കിക്കകത്ത് ഒരു സീനുണ്ട്, അതായത് കുറെ കൊച്ചു പിള്ളേരുടെ തല കിടക്കും, അവിടെ നിന്ന് ഇങ്ങനെ മറ്റേ ചുരുളിയായിട്ടാണ് അവരുടെ ബോഡി ഇങ്ങനെ പോകുന്നത്, അതിങ്ങനെ അതിന്റെ കിടക്കുന്നതിന്റെ മുകളിലാണ് ഇവർ നിൽക്കുന്നത്. അതൊക്കെ കളറിലായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. മെറ്റാമോർഫോസിസ് കളറിലായിരുന്നെങ്കിൽ എല്ലാരും ഛർദ്ദിച്ചേനുള്ള കാര്യം പറയാലോ. അതൊക്കെ കളറിലാവാത്തത് കൂടുതൽ ഡാർക്ക് മാൻ്റെ അടുത്ത് പോയി. ഇവന്റെ ഡാർക്ക് മാൻ കൂടുതലും പ്രണയം, ലിവർ സിറോസിസ്, പാൻക്രിയാറ്റിക് ക്യാൻസർ, അവൻ കരിഞ്ഞോണ്ട് കൈ കൊട്ടുന്നവനാ. നായകൻ ചത്തു. അയ്യോ, പെൺകുട്ടി മരിച്ചു. ഈ ബൈപോളർ ഡിസോർഡർ അത് 2 സമയത്താ 2 സ്വഭാവം, ഇത് ഒരേ സമയത്ത് 2 സ്വഭാവം വരുന്നൊരു പ്രത്യേക രോഗം. പേര് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അയ്യോ, പിന്നെ ഭയങ്കര ഡീറ്റെയിൽഡ് ക്യാരക്ടർ അനാലിസിസിലേക്ക് ഫിലോസഫി ക്ലാസ് ആണ്. അതെ അതെ, കഥാപാത്രം അവര് ലോകം കാണുന്ന എങ്ങനെയാണ്, അവരിലുണ്ടായ മാറ്റം എന്താണ്. 2 ക്യാരക്ടേഴ്സ്, അസ്കലാഡും തോർഫിനും എന്ന് പറഞ്ഞ 2 ക്യാരക്ടറിനെ എടുത്ത് ഫിലോസഫി ഒരുപാട് സംസാരിക്കാം. പക്ഷെ ഫിലോസഫിക്കൽ ടോക്കിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ഡിബേറ്റ് ആണ്, ടു ബി ഓണസ്റ്റ്. അത് ഒരു പോഡ്കാസ്റ്റ് പോലെ ചെയ്യാൻ പറ്റും. നമുക്ക് മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് വേണം, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് വേണം, അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇവിടെ വെച്ച് മിൻസാഗർ എപ്പിസോഡ് നിർത്തുന്നു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ടെങ്കിലോ ഡു ലെറ്റ് us know. കമന്റ് ചെയ്യൂ. only if you are matured enough to you think that you can handle it then go for seinen category and the top. ഞങ്ങൾ ഈ നേരെ പറഞ്ഞ പോലെ തന്നെ ഈ സെയിനൻ കാറ്റഗറി എല്ലാം തന്നെ വയലൻസും ഗോറിയൊക്കെയാണ്. അപ്പൊ അതിൽ നിന്നും നിങ്ങൾ എന്ത് പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല കാര്യം മാത്രം പെർസീവ് ചെയ്യുക, പക്ഷെ വായിക്കാൻ നല്ല കാര്യം ഒന്നും ഇല്ല അതില്. അത് വേറെ അല്ല, സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തുള്ളവർക്ക് അത് പറഞ്ഞതിനോട് റെലവൻസ് ഉണ്ടോന്നില്ല. കാരണം ഇവരൊക്കെ ബോയ്സ് ഒക്കെ കണ്ടിട്ടിരിക്കുന്നവരാ. പക്ഷെ ബോയ്സിന്റെ ബോയ്സ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് വ്യത്യാസമുണ്ട്. മെന്റലി ടോർച്ചർ ചെയ്യത്തില്ല ഈ പറഞ്ഞ ബോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൺ, ഒരു ഗോർ, മരിക്കുന്നു, ബ്ലഡ് സ്പ്ലാറ്റർ, മെന്റലി ടോർച്ചർ ചെയ്യും. നിന്റെ ക്യാരക്ടറിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകൾ പല സിനിമാസിലും വരുന്നുണ്ട്. യു ആർ ക്വസ്റ്റ്യൻ യുവർ സെൽഫ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഹെൽപ്പ് കണ്ടുപിടിക്കുക. കാര്യം നിങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമായ ഷിനിഗാമി സ്റ്റുഡിയോസ് ഉത്തരവാദികളല്ല. അതായത് ഡിസ്ക്ലെയിമർ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഞങ്ങൾ പൊടിയും തട്ടി എണീറ്റ് പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ വരുന്ന എന്താ പറയുക, ഏത് സീനൻ മാങ്കയാണെങ്കിലും ടോപ്പ് 3, ഞങ്ങൾ ഈ പറഞ്ഞ ടോപ്പ് 3 ആണെങ്കിലും ഈ ഹോമുങ്കുലസ്, വില്ലി ബാറ്റ്, പ്ലൂട്ടോ തുടങ്ങിയ ഏതാണെങ്കിലും
എന്താ പറയാ സൈക്കോളജിക്കലി ഡിസ്റ്റർബ് ചെയ്യുന്ന കുറെ മാങ്കാസ് ഉണ്ട്. നിങ്ങൾ എല്ലാരും ലൈറ്റ് ഹാർട്ടഡ് ആണെന്ന് അല്ല ഞങ്ങൾ പറയുന്നതിന്റെ അർത്ഥം. ഇതൊരു ഒഫൻസീവ് ആയിട്ട് അത് ഞങ്ങൾ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ കൂടെ തന്നെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് ചിലപ്പോൾ ഒരാൾക്കോ രണ്ടുപേർക്കോ ചിലപ്പോൾ ഇച്ചിരി ഡിപ്രഷൻ സിംറ്റംസോ ഒക്കെ എന്തെങ്കിലും കാണുമായിരിക്കും. അവര് ചിലപ്പം വെരി ജനറൽ ആൾക്കാർക്ക് ഇപ്പം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അതുകൊണ്ട് ഇത് ജനറലൈസ് ചെയ്തല്ല പറയുന്നത്. എല്ലാരും ഇങ്ങനാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാരും പേടിച്ചു പോവും, നിങ്ങളെല്ലാവർക്കും അങ്ങനെ ഒരു ഇത് വരരുത്. ചിലപ്പം ഇതിൽ ഒരാൾക്കെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വായിക്കാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഞങ്ങൾക്ക് ആക്റ്റീവായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം അതിൽ നിന്നും കുറച്ച് പേരെങ്കിലും ഈ ഡിസ്റ്റർബൻസസിനെ കുറിച്ചും അവർ നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ചും നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിത് എടുത്തു പറയുന്നത്. അപ്പം നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ റീച്ച് ഔട്ട് ടു പീപ്പിൾ. അതെ അതെ. കാര്യം ഞാൻ ഞങ്ങൾ സ്റ്റോയിസിസം പറഞ്ഞ പോലെ ഞാൻ കൊണാണ്ടർ ആണെന്ന് പറഞ്ഞ എൻ്റെ പൊന്നു മോനെ അവസാനം ജീവിതത്തിൽ ഉള്ള കാര്യം പറയാം. അപ്പം ജീവിതം സ്വന്തം കയ്യിലാണ്, സ്വന്തം കയ്യിലാണ്, നശിപ്പിക്കാതിരിക്കുക. അപ്പം ഈ പറഞ്ഞാല് അപ്പം അതിൻ്റെ അപ്പൊ ഈ എപ്പിസോഡ് നമ്മൾ എന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒപ്പീനിയൻ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്കൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജോയിൻ us, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ലെറ്റ് യുവർ ഫ്രണ്ട്സ് നോ. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. സീനൻ മാങ്കാസ് വായിക്കുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുകൊണ്ട് നിങ്ങൾ സീനൻ മാങ്ക വായിക്കാൻ തുടങ്ങിയെങ്കിൽ ഇൻസ്പിറേഷൻ കമന്റ് ചെയ്യുക. മീറ്റപ്പിന്റെ അരൂടെ ഒന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കമന്റ് ചെയ്യാനുള്ള ഇത് മീറ്റപ്പ് കഴിഞ്ഞിട്ടുള്ള മീറ്റപ്പ് എങ്ങനെയായിരുന്നു ഞങ്ങൾ ഇനിയുള്ള വീഡിയോയിൽ പറയാൻ കേട്ടോ. മീറ്റപ്പിന് അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ.